ഹായ്, ഇന്ന് ജൂലൈ 6 മോളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ രാവിലെ തന്നെ ഞാനും മോളും കൂടെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ സ്റ്റോറി പറയാമെന്നാണ് വിചാരിക്കുന്നത്. 2017 ഡിസംബറിലാണ് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ എന്നെ നോക്കിയിരുന്നത് പരബ്രഹ്മ ഹോസ്പിറ്റലിലെ രേണു ഡോക്ടറായിരുന്നു. അങ്ങനെ 7-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഡെലിവറി നേരത്തെ ആകും. ഇപ്പോൾ കുഞ്ഞിനെ ഇവിടെ വയ്ക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അടൂർ ലൈഫ് ലൈനിലോട്ട് ഡോക്ടറിനെ റെഫർ ചെയ്ത് അവിടെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ പിറ്റേ ദിവസം ചേച്ചിയും ചേട്ടനുമായിട്ട് ഞങ്ങൾ അടൂരിലോട്ട് പോയി. അവിടെ ചെന്ന് പ്രസന്നകുമാരി എന്ന് പറഞ്ഞ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. അങ്ങനെ ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകുന്നത് റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയാണ് വന്ന് ഹോസ്പിറ്റലിൽ നിന്നത്. പിന്നെ മോനെ നോക്കിയത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് നോക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് HB കുറഞ്ഞ് 6 പോയിൻറ്റ് സംതിങ് ആയി. പിന്നെ അത് HB കൂടാനുള്ള ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ടും HB കൂടിയില്ല. പിന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് 1 പൈൻ്റ് ബ്ലഡ് കയറ്റി. അങ്ങനെയാണ് കുറച്ചെങ്കിലും HB കൂടിയത്. പിന്നീട് ആഹാരത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു, ചോറൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ 3 നേരം ചപ്പാത്തി തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. ജൂലൈ 4-ാം തീയതി ഡോക്ടർ റൗണ്ട്സിന് വന്നിട്ട് പറഞ്ഞത് 6-ാം തീയതി നമുക്ക് സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞ്. ഇനി നീട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് പെട്ടെന്ന് ലീവ് കിട്ടിയില്ല. അങ്ങനെ ഡെലിവറിയുടെ പിറ്റേ ദിവസമാണ് ചേട്ടൻ നാട്ടിലെത്തിയത്. അങ്ങനെ 2018 ജൂലൈ 6-ാം തീയതി സിസേറിയൻ ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് ഞങ്ങളുടെ പൊന്നിനെ. അങ്ങനെ അമ്മയുടെ പൊന്നിന് 1000 ജന്മദിനാശംസകൾ. അങ്ങനെ 36 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ജൂലൈ 11-ാം തീയതി വീട്ടിലോട്ട് പോയി. ബർത്ത്ഡേ ദിവസം രാത്രി ആയപ്പോഴേക്കും മോളുടെ ഫ്രണ്ടും ഫാമിലിയും കൂടി സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.